ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അനീഷ് അനുമോളോട് പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പം ഷാനവാസിനോടും കൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം പ്രശ്നം വീണ്ടും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനീഷ് പലതവണ പറയുന്നുണ്ട് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി, അതിന് ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ ഒരു വാണിംഗ് അനുമോൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അനുമോൾ അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഇത് കേൾക്കുന്നുണ്ട്. റബ്ബേ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എന്താ ഇഷ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അക്ബർ ചോദിക്കുന്നുണ്ട്. അവസാനം എന്തായാലും ഷാനവാസിനോട് മറുപടി പറയുന്നുണ്ട്. എന്തായാലും ഷാനവാസ് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രണയത്തിനിടയ്ക്ക് എന്താണ് ഈ പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം അനുമോൾ ഈ രീതിയിലുള്ളൊരു ട്രാക്ക് പിടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷാനവാസ് ചിന്തിച്ചു വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ പറയുന്ന സമയത്ത് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇതത്ര വലിയ ഇഷ്യൂ ആക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണ് ഇത് ഒരുപാട് സംസാരിച്ചത് വലിയ ഇഷ്യൂ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട് ഓൾറെഡി ഇത് ഇഷ്യൂ ആയി, എല്ലാവരും അറിഞ്ഞു കാണും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ല നീയും പല സമയത്ത് അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അനീഷിനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പം ആ ഒരു ട്രാക്ക് പിടിക്കുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ സപ്പോർട്ട് വരുമല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം അനു ചോദിക്കുകയാണ് എനിക്കിത് നെഗറ്റീവ് ആവുന്നോ ചോദിക്കുന്ന സമയത്താണ് ഇങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല നിങ്ങൾ പുതിയ വേറൊരു വിഷയം കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ ആ ഒരു ജയിലിൽ കിടന്ന സമയത്ത് കുട്ടികളെ ഉണ്ടാക്കിയില്ല, അപ്പം നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുട്ടികളാണെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ വരെ നീ പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത്. എന്തായാലും ഷാനവാസ് പറയുന്ന കാര്യം ഇതാണ്, ഇത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും വീണ്ടും അതിൻ്റെ പുറകെ കിടന്ന് സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാലും എൻ്റെ മിത്രത്തിന് ഇത് എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളും കൂടെ ചോദിക്കുന്നുണ്ട്. ആകെ മൊത്തം ഫണ്ണായി അനുമോളെ കൈയോടെ പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനീഷ് പറഞ്ഞതാണ് ഇത് വീണ്ടും സംസാരിക്കില്ലെന്നുള്ളത്, എന്നിട്ടും വീണ്ടും അതൊരു സംസാര വിഷയമായിരിക്കുകയാണ് ലൈവിൽ.